ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പുതിയ നിയമത്തിലെ 4-ാം സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായമാണ് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 15, 16, 17 വാക്യങ്ങളുടെ പഠനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി ഒരിക്കൽ കൂടി നമുക്ക് ആ വചനഭാഗങ്ങൾ ഒന്ന് വായിച്ച് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ബൈബിള് കയ്യിലെടുക്കണം കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം എടുത്ത് അതിൽ നിന്നും 14-ാം അധ്യായം കൈകളിലെടുക്കുക. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. നിങ്ങൾക്കായി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൻ്റെ പഠനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ച എന്ന് പറയുക 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇപ്രകാരമാണ്: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്താണ് ഇതിലൂടെ കർത്താവ് നമ്മോട് പറയുന്ന കാര്യം? യോഹന്നാൻ ഈശോയെ കോട്ട് ചെയ്തുകൊണ്ട് ഈശോ പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ തന്നെ വാക്കുകളിൽ നമ്മോട് പറയുകയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: സ്നേഹമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള പ്രീ റെക്വിസിറ്റ് അഥവാ കണ്ടീഷൻ എന്ന് പറയുക. മലയാളത്തിൽ നമ്മൾ വ്യവസ്ഥ എന്ന് പറയാറുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള വ്യവസ്ഥ എന്ന് പറയുക ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. സ്നേഹം പ്രായോഗികമാകുന്നത് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൽപ്പന പാലിക്കുമ്പോഴാണ്. നമുക്കറിയാമല്ലോ, ദാമ്പത്യ ബന്ധത്തിലാകട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാകട്ടെ, കുടുംബ ബന്ധങ്ങളിലും അയൽപക്ക ബന്ധങ്ങളിലും സമൂഹ ജീവിതത്തിലുമൊക്കെ ഞാനും നിങ്ങളുമൊക്കെ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണിത്. മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം വളരെ വ്യക്തമാണ്. ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവില്ല എന്ന് പറഞ്ഞാൽ അവരോട് എനിക്ക് സ്നേഹമില്ല എന്നല്ലേ അർത്ഥം. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ സ്നേഹിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സ്നേഹത്തിൽ നിവസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മ ജീവിതം നയിക്കുന്നവരായിത്തീരുക. അതിനെയാണ് ആത്മീയ ജീവിതമെന്ന് സ്പിരിച്വൽ തിയോളജിയൻസും ഓതേഴ്സും ഒക്കെ പറയുക. നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നവരാകണമെന്നാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പറയാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. സത്യം വചനമായ ഈശോയാണ്. സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ബൈബിളിൻ്റെ വീക്ഷണമനുസരിച്ചും സുവിശേഷങ്ങളിലും നമ്മൾ പ്രത്യേകമായും കാണുന്നത് പ്നെഉമ എന്ന വാക്കുപയോഗിച്ച് കാറ്റ്, വായു സഞ്ചാരം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു വാക്കാണ് ഗ്രീക്ക് മൂലപദാർത്ഥമായി ബൈബിളിൽ തുടർച്ചയായി പരിശുദ്ധാത്മാവിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കായി കൊടുക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 14, 15, 16 അധ്യായങ്ങളിൽ, ഈ 3 അധ്യായങ്ങളിൽ മാത്രം ബൈബിളിൽ മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ പ്നെഉമ എന്ന വാക്ക് അല്ല പരിശുദ്ധാത്മാവിനെ കാണിക്കാനായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് പാരക്ലേത്തോസ് എന്ന മറ്റൊരു ഗ്രീക്ക് വാക്കാണ്. പാരക്ലേത്തോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പാരക്ലീറ്റ് എന്ന ഇംഗ്ലീഷിലേക്കുള്ള തർജ്ജമയുണ്ടായിരിക്കുന്നത്. ഈ പാരക്ലീറ്റ് എന്ന വാക്കിനെ സഹായകൻ, ആശ്വാസദായകൻ എന്നൊക്കെയാണ് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്രകാരം സഹായകനായ പരിശുദ്ധാത്മാവിനെ പാരക്ലേത്തോസ്, ഹെൽപ്പർ അഥവാ കംഫർട്ടർ എന്ന് വിളിക്കപ്പെടുന്ന ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും യോഗ്യരാകുന്നത് ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവപിതാവിൻ്റെയും പുത്രനായ യേശുവിൻ്റെയും സ്നേഹമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും എപ്രകാരമാണ് യോഗ്യരാകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നീ സ്നേഹത്തിൽ വസിക്കുന്നവനാവുക. നീ ജീവിക്കുന്ന ചുറ്റുപാടിൽ സ്നേഹമുള്ളവനായി തീരുക, സന്തോഷമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്? എനിക്ക് തോന്നുന്നു മനസമാധാനം ഉള്ളപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. ശരിയല്ലേ? സമാധാനം ഇല്ലാത്തവർക്ക് സന്തോഷം ഉണ്ടാവുമോ? വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. ആകുലതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പരിദേവനങ്ങളുണ്ട്, വിഷമങ്ങൾ വരാറുണ്ട്, പല കാരണങ്ങളുണ്ട് ഇവയ്ക്കൊക്കെ. എന്നാൽ ഇപ്രകാരം പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ടു പോകുന്ന മനുഷ്യന് മനസമാധാനം ഉണ്ടാകുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. മനസമാധാനമില്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാനും സാധ്യമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കും. ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെയും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നല്ലേ? വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമാധാനം ആശംസിക്കാറുണ്ട് ഇടതും വലതും നിൽക്കുന്ന വ്യക്തികൾക്ക്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സമാധാന ആശംസ കൊടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ക്രൈസ്തവ കത്തോലിക്ക ജീവിതത്തിൻ്റെ അടയാളമായി, അടയാളപ്പെടുത്തലായി മാറുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുക. ഇപ്രകാരം ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ് എന്ന് പറയാൻ പറ്റും. സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി പറ്റും. അപ്രകാരം ജീവിക്കുമ്പോൾ സത്യം വചനമായ ഈശോയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സത്യമാകുന്ന ഈശോയുടെ ആത്മാവാണ് സഹായകനായ പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് വിവക്ഷിക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെയും ഈശോയിൽ വിശ്വസിക്കുന്നവരെ തങ്ങളുടെ വിശ്വാസ സത്യത്തിൽ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്, അല്ലേ? നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈശോയിൽ വിശ്വസിക്കുന്നവരെ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈശോയിൽ വിശ്വസിക്കുന്നവർക്കാണ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ നൽകുന്നത്.
അതുകൊണ്ട് തന്നെയും ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് പരിശുദ്ധാത്മ സ്വീകരണത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ വിശ്വാസമുള്ളവർക്ക് മാത്രമേ സന്തോഷത്തോടുകൂടെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ, ആത്മീയ ജീവിതം നയിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അഥവാ ആധ്യാത്മിക ജീവിതം. കുറിച്ച് വെക്കണം കേട്ടോ. സ്ക്രീനിൽ ഈ കാണുന്ന വാക്യം ഒന്ന് എഴുതി വെക്കാവോ? പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അഥവാ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് സുവിശേഷങ്ങളുടെ, ബൈബിളിൻ്റെ അന്തസത്ത, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുക. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കുന്നവരാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്നവർ. അവരാണ് ആത്മാവിൽ ജീവിക്കുന്നവർ എന്ന് പറയാൻ പറ്റും നമുക്ക്. ആധ്യാത്മിക ജീവിതം നയിക്കുന്ന വ്യക്തികളാകുക എന്നതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയാൻ വേണ്ടി പറ്റും. ലിവ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയാം. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. വചനത്തെ സ്വാംശീകരിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അല്ലേ? ദൈവത്തിന് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കാനോ കേൾക്കാനോ ഒരു ദൈവ വചന ധ്യാനത്തിൽ പങ്കെടുക്കാനോ താല്പര്യം ഉണ്ടാകുകയില്ല. ശരിയല്ലേ? ഇതെപ്പോഴാണ് നമുക്കിങ്ങനൊരു താല്പര്യം ജനിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളാകുമ്പോഴാണ്. വചനം സ്വീകരിച്ച് പ്രത്യുത്തരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളൊക്കെ വിശ്വാസിയാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വചനം ജീവിക്കുന്നവരാകുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തോ അത് കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി സാധിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ദൈവവചനം അടിസ്ഥാനമിട്ട ഭവനത്തിൽ ജീവിക്കുന്നവരായിത്തീരുന്നത്. പാറമേൽ ഭവനം പണിത ബുദ്ധിമാനായ വിവേകിയായ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുമ്പോൾ ആത്മാവിലുള്ള ഈശോയുടെ സാന്നിധ്യമാണ് പന്തക്കുസ്തായിൽ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈശോയുടെ സാന്നിധ്യം. ജെയിംസ് സ്വെറ്റ്ന എന്നു പേരുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നത്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ കണ്ടിന്യൂവേഷൻ ആൻഡ് ദ കംപ്ലീഷൻ ഓഫ് ദ ലൈഫ് ഇൻ ക്രൈസ്റ്റ് എന്നാ പറയുക. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ തുടർച്ചയും അതിൻ്റെ പൂർത്തീകരണവുമാണ്. ക്രിസ്തു ജീവിതത്തിൻ്റെ പൂർത്തീകരണം നമ്മളിൽ സംഭവിക്കുന്നത് പന്തക്കുസ്ത അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോഴാണ്. പന്തക്കുസ്ത എന്ന വാക്ക് ലൂക്ക സുവിശേഷകൻ്റെ സംഭാവനയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിനു മുൻപ് തന്നെ ആ വാക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ വാക്ക് നമ്മൾ കാണുന്നത് എവിടെയാണെന്നറിയാവോ? ലൂക്കാ സുവിശേഷത്തിൻ്റെ 2-ാം വോള്യം എന്നറിയപ്പെടുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പന്തക്കുസ്ത അനുഭവത്തെക്കുറിച്ച് ഒരു വിവരണം നൽകുന്നുണ്ട്. കർത്താവിൻ്റെ മരണത്തിനും ഉയിർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം 50-ാം ദിവസം എന്നർത്ഥം വരുന്ന പന്തക്കുസ്ത തിരുനാളിൽ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയോടൊപ്പം ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ തീനാവുകളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു വസിച്ചു എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഈ പന്തക്കുസ്ത എന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഗ്രീക്ക് വാക്കിൽ 50-ാം ദിവസം എന്നറിയപ്പെടുന്ന ഒരു തിരുനാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറയുക. എന്തിൻ്റെ 50-ാം ദിവസം എന്നൊരു ചോദ്യം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകും. എന്തിൻ്റെ 50-ാം ദിവസമാണ്? കർത്താവിൻ്റെ ഉയിർപ്പിൻ്റെ 50-ാം ദിവസം. കർത്താവിൻ്റെ ഉയിർപ്പിൻ്റെ 50-ാം ദിവസം എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് ലൂക്കൻ വേർഷൻ ഓഫ് ദ തിയോളജി. എന്നാൽ യോഹന്നാൻ സുവിശേഷകന് വ്യത്യസ്തമായ ഒരു ദൈവശാസ്ത്ര വീക്ഷണമുണ്ട് പരിശുദ്ധാത്മ ആഗമനത്തെക്കുറിച്ച്.
അറ്റ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മഹത്വീകരണത്തിൽ പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് യോഹന്നാൻ്റെ ന്യൂമറ്റോളജി, ദൈവശാസ്ത്ര വീക്ഷണം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ കർത്താവ് കുരിശിലാണ് യോഹന്നാൻ്റെ വീക്ഷണം അനുസരിച്ച് മഹത്വീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് യോഹന്നാൻ 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. കൃത്യമായും പറയുന്ന വാക്യം ഇതാണ്: അവൻ വിനാഗിരി രുചിച്ചതിന് ശേഷം തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്ന വാക്യം. തല ചായ്ച്ച് അവൻ ആത്മാവിനെ സമർപ്പിച്ചു. ആത്മാവിനെ കൊടുത്തത് കുരിശിലാണ്. 19-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പടയാളികളിൽ ഒരുവൻ അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി, അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ശരീരശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ, ഡോക്ടർമാരൊക്കെ പറയുന്നത്, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ വിലാവിലല്ല, ശരീരത്തിൽ എവിടെ കുത്തിയാലും രക്തം മാത്രമേ പുറത്തു വരൂ. പക്ഷേ ഈശോയുടെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും പുറത്തു വന്നു എന്നാണ് ദൈവവചനം പറയുക. എന്താ അതിൻ്റെ കാരണം? ബ്ലഡ് സ്റ്റാൻഡ്സ് ഫോർ ലൈഫ് എന്നും വാട്ടർ സ്റ്റാൻഡ്സ് ഫോർ ദ ബാപ്റ്റിസം ഇൻ ദ സ്പിരിറ്റ് എന്നും വിവക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ പുറപ്പെട്ട കർത്താവിൻ്റെ വക്ഷത്തിൽ നിന്നും കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട വെള്ളം എന്ന് പറയുന്നത്, ജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സിമ്പലാണ്. പല സിമ്പലുകൾ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിനെ സുവിശേഷകന്മാരും ബൈബിളും നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിമ്പലാണ് ജലം, വാട്ടർ എന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലും വെളിപാട് പുസ്തകത്തിലുമൊക്കെ പല ആവർത്തി ജലം പരിശുദ്ധാത്മാവിൻ്റെ സിമ്പലായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കർത്താവിൻ്റെ വിലാപ്പുറത്തു നിന്നും കുത്തിപ്പിളർക്കപ്പെട്ടപ്പോൾ പുറത്തു വന്ന ജലം പരിശുദ്ധാത്മാവിൻ്റെ നിവർത്തനമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ കുരിശിൽ കർത്താവ് നൽകിയ ഈ പരിശുദ്ധാത്മാവിൻ്റെ നൽകൽ എന്നുള്ളത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂർത്തിയാകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലാണ്. അവിടെ വചനം പറയുന്നു, അവൻ അവരുടെ മേൽ ശ്വാസം ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ശ്വാസം ഊതിക്കൊണ്ട് അവൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. തുടർന്നുള്ള വചനം പറയുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ഇത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്, മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. അതിനുവേണ്ടി കർത്താവ് നൽകുന്ന പരിശുദ്ധാത്മാവാണ് ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ദൈവശാസ്ത്ര വീക്ഷണം അനുസരിച്ച് കർത്താവിൻ്റെ മഹത്വീകരണത്തിൽ പരിശുദ്ധാത്മാവിന് നൽകപ്പെടുന്ന പ്രോസസ് പൂർത്തിയാകുന്നത് യോഹന്നാൻ 20:22 അവിടെ കർത്താവ് ഒരു മാറ്റർ ആൻഡ് എ ഫോം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂദാശയാകുന്നത് എപ്പോഴാണെന്നറിയാവോ? സാക്രമെൻ്റൽ തിയോളജിയൻസ് പറയും, കൂദാശയുടെ ഡെഫിനിഷൻ നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ്? അദൃശ്യമായ വരപ്രസാദത്തെ ദൃശ്യമാക്കുന്നതാണ് കൂദാശ. അദൃശ്യമായ കർത്താവിൻ്റെ വരപ്രസാദത്തെ എങ്ങനെയാണ് ദൃശ്യമാക്കുന്നത്? 2 കാരണങ്ങളിലൂടെയാണ്. നിങ്ങൾ ഏത് കൂദാശകൾ, നമുക്ക് കത്തോലിക്ക തിരുസഭയിൽ എത്ര കൂദാശകളുണ്ട്? 7 കൂദാശകളാണ് നമുക്കുള്ളത്, അല്ലേ? ഈ 7 കൂദാശകളും നിങ്ങൾ എടുത്തു നോക്കിയാൽ 7 കൂദാശകൾക്കും ഒരു മാറ്റർ ഉണ്ട്, ഒരു ഫോം ഉണ്ട്. മാറ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയാണ്. ഫോം എന്ന് പറയുന്നത് കാർമ്മികൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ത്രിത്വൈക നാമത്തിലുള്ള ആശീർവാദത്തിൻ്റെ പ്രാർത്ഥനയാണത്. മാമോദീസായിൽ വെള്ളം ഒരു മാറ്ററാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നീ മാമോദീസ മുക്കപ്പെടുന്നു എന്നുള്ള കാർമ്മികൻ്റെ പ്രാർത്ഥന അതിൻ്റെ ഫോമാണ്. ഇത് ഏത് കൂദാശകൾ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
യോഹന്നാൻ 20:22 അവൻ ശ്വാസം ഊതിക്കൊണ്ട് ഒരു ആക്ഷൻ, ഒരു മാറ്റർ, അതിനുശേഷം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ, ഒരു ഫോം. ഇവിടെയാണ് അതൊരു കൂദാശയായി തീരുന്നത്. ഫോർ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ഇതിനെയാണ് ബൈബിൾ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ജോഹന്നൈൻ സ്കോളേഴ്സ്, ദ ജോഹന്നൈൻ വേർഷൻ ഓഫ് ദ പെൻഡക്കോസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ലൂക്കൻ വേർഷൻ ഓഫ് ദ പെൻഡക്കോസ്റ്റ് കണ്ടു, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ. എന്നാൽ യോഹന്നാൻ്റെ ജോഹന്നൈൻ വേർഷൻ ഓഫ് ദ പെൻഡക്കോസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത് യോഹന്നാൻ 20:22 നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന കർത്താവിൻ്റെ ആക്ഷനും കർത്താവിൻ്റെ വാക്കുകളും ചേരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെയും പറഞ്ഞു വരിക, ആത്മാവിലുള്ള ഈശോയുടെ സാന്നിധ്യത്തിലാണ് പന്തക്കുസ്ത അനുഭവം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഈശോ തിരിച്ചു വന്ന അനുഭവമാണ് പന്തക്കുസ്ത അനുഭവം എന്ന് പറയുന്നത്. എന്താണ് പന്തക്കുസ്ത എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതാണ്. എന്താണ് പരിശുദ്ധാത്മാവെന്ന് ചോദിച്ചാൽ ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വരുന്ന, ഈശോ നമ്മളിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് പന്തക്കുസ്ത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14, 15, 16 അധ്യായങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് സഹായകൻ എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാനായി സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സഹായകൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ മധ്യസ്ഥൻ എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. എന്നിവയ്ക്ക് പാരക്ലേത്തോസ് എന്ന ഒരു പദത്തെയാണ് യോഹന്നാൻ ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. ഇത് യോഹന്നാൻ്റെ ഒരു പ്രത്യേകതയായി കാണപ്പെടുന്ന കാര്യവുമാണ്. പാരക്ലേത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായി സാധിക്കും. അടുത്തേക്ക് വിളിക്കപ്പെട്ടവൻ എന്നാണ് പാരക്ലേത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. പാര വെക്കുന്ന പരിപാടി അല്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചില പണികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാരയുമല്ല, മറിച്ച് പാര എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അടുത്തേക്ക് എന്നാണ്. അടുത്തേക്ക്, നിയർ ബൈ, ടു ഗോ നിയർ, ബിസൈഡ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ക്ലേത്തോസ് എന്ന 2-ാമത്തെ വാക്ക് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. ക്ലേത്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിളിക്കപ്പെട്ടവൻ എന്നാണ്, വിളിക്കപ്പെടുക. അപ്പോൾ പാര പ്ലസ് ക്ലേത്തോസ്, ഈ 2 വാക്കുകളും കൂടെ ചേരുമ്പോഴാണ് പാരക്ലേത്തോസ് എന്ന വാക്കുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതുകൊണ്ട് ഈ 2 വാക്കുകളുടെയും അർത്ഥങ്ങൾ ചേർത്ത് വെച്ചാൽ അടുത്തേക്ക് വിളിക്കപ്പെട്ടവൻ എന്ന അർത്ഥമാകും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് സഹായകൻ എന്ന സംജ്ഞ നൽകിയത് വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് എന്നുള്ള കൃത്യമായ വിവരണമാണ് ഈ അധ്യായവും 15-ാം വാക്യവും നമുക്ക് നൽകുന്നത്. വിശ്വാസ ജീവിതത്തിന് സഹായിക്കുക എന്നതാണ് സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യമെന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം സഹായിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. പരിശുദ്ധാത്മദാനം എല്ലാവർക്കുമായി നൽകപ്പെടുന്നതല്ല. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ആത്മാവ് നൽകപ്പെടുന്നത് നമുക്കറിയാമല്ലോ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ വചനം വ്യക്തമായി ഒരു പ്രവചനമായി പറയുന്നുണ്ട്. ആ കാലങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ശരിയാണ്, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ എന്നാ നിങ്ങൾക്ക് തോന്നുന്നേ? എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. എന്നാൽ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്നാണ്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ല. കൊടുക്കുക എന്നതും
സ്വീകരിക്കുക എന്നതും രണ്ട് ക്രിയാപദങ്ങളാണ്. ഞാൻ നിങ്ങൾക്കൊരു സാധനം കൊടുക്കുന്നു എന്ന് കരുതി നിങ്ങളത് സ്വീകരിക്കുന്നു എന്നർത്ഥമില്ലല്ലോ. വേണ്ടവനെ സ്വീകരിക്കുകയുള്ളൂ, താല്പര്യമുള്ളവനെ സ്വീകരിക്കുകയുള്ളൂ. കൊടുക്കാം, വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് നീയാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെയും ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെയാണ് പ്രശ്നം. വിശ്വസിക്കുന്നവന് മാത്രമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിശ്വാസികളുടെ സമൂഹമായ സഭയ്ക്ക് നൽകപ്പെട്ട ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. അതുകൊണ്ട് ആത്മാവ് ഇന്ന് പ്രവർത്തിക്കുന്നത് സഭയിലും സഭയിലൂടെയുമാണ് എന്ന് തിരിച്ചറിയുക. ഈശോയിൽ വിശ്വസിച്ച ശിഷ്യന്മാർക്കാണ് സഹായകനായ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത്. കാരണം അവരാണ് ഈശോയിൽ പ്രവർത്തനനിരതനായ പരിശുദ്ധാത്മാവിനെ കണ്ടത്. പരിശുദ്ധാത്മാവ് ഈശോയിലൂടെ അവർക്ക് സന്നിഹിതനാകുന്നു എന്ന് പറയാൻ പറ്റും. നിങ്ങൾ സ്ക്രീനിൽ ഒരു വാക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പാർഹ്യൂമിൻ. പാർഹ്യൂമിൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ അരികെ എന്നാണ്. 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലുണ്ട് പാർഹ്യൂമിൻ, നിങ്ങളുടെ അരികെ. എന്നാൽ ഉദ്ധാനശേഷം പരിശുദ്ധാത്മാവ് നിത്യം ശിഷ്യ സമൂഹമായ സഭയോടൊത്തായിരിക്കും, ഒത്തായിരിക്കും. മെത്ത് ഹ്യൂമൻ എന്ന വാക്കാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊത്ത് എന്നാണ്. 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണിത്. അതുകൊണ്ട് അവരിൽ ആന്തരിക സാന്നിധ്യത്തിലൂടെ സഹവസിക്കുകയും ചെയ്യും എന്ന വാക്കിനെ കാണിക്കാൻ എൻ ഹ്യൂമൻ, നിങ്ങളിലായിരിക്കും. 14-ാം അധ്യായം 17-ാം വാക്യം. ഇപ്രകാരമുള്ള 3 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൂടെയുള്ള പരിശുദ്ധാത്മ സഹവാസത്തെ യോഹന്നാൻ സുവിശേഷകൻ ഉപയോഗിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം, അവനോട് ഒപ്പമായിരിക്കാം. ആമേൻ.